ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ബോസ്നിയക്കെതിരെ ആതിഥേയരായ കാനഡയ്ക്ക് ആശ്വാസ സമനില. 79-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ കൈൽ രാരിനാണ് കാനഡയുടെ സമനില ഗോൾ നേടിയത്. മത്സരത്തിന്റെ വിശദീകരണങ്ങളുമായി വേൾഡ് കപ്പ് വേദിയിൽ നിന്നും ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹായ്, ഇന്നത്തെ അങ്ങനെ വേൾഡ് കപ്പിലെ രണ്ടാം മത്സരവും കഴിഞ്ഞിരിക്കുന്നു. ഗ്രൂപ്പ് ഡിയിലെ മത്സരമായിരുന്നു ഇന്ന് കഴിഞ്ഞിരുന്നത്. ഗ്രൂപ്പ് ഡിയിലെ ഓപ്പണിംഗ് മാച്ച് മറ്റൊരു ആതിഥേയ രാജ്യമായ കാനഡ ബോസ്നിയയുമായി, യൂറോപ്യൻ കുഞ്ഞന്മാരായ ബോസ്നിയയുമായാണ് ഏറ്റുമുട്ടിയത്. ഈ മത്സരം 1-1 സമനിലയിലാണ്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. മത്സരത്തിന്റെ 21-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. ഒരു കോർണർ ഹെഡറിലൂടെ ബോസ്നിയയ്ക്ക് 21-ാം മിനിറ്റിൽ ഒരു കോർണർ ലഭിക്കുകയും അവരുടെ സെൻട്രൽ മിഡ്ഫീൽഡർ എടുത്ത കോർണർ ലുക്കിക് എന്ന അവരുടെ താരം ഹെഡറിലൂടെ അതിമനോഹരമായി വലയിലെത്തിക്കുകയുമായിരുന്നു. ആദ്യ ഗോളിന് ശേഷം ബോസ്നിയ കുറച്ചുകൂടി ഡിഫൻസിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ ആക്രമണം തന്നെയായിരുന്നു കാനഡയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാനഡ വളരെ മികച്ച മുന്നേറ്റങ്ങൾ നടത്തി. കാനഡയുടെ മുന്നേറ്റങ്ങൾ കൂടുതലും കലാശിച്ചത് കോർണർ കിക്കിലായിരുന്നു. പക്ഷെ ആ കോർണർ കിക്ക് പോലും കാനഡയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അത്രക്കും ശക്തമായി തന്നെ ബോസ്നിയയുടെ ഡിഫൻസീവ് ലൈൻ നിലകൊണ്ട് തന്നെ എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആദ്യ പകുതി അങ്ങനെ 1-0 അവസാനിച്ചത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് കളിക്കുക എന്നൊരു ലക്ഷ്യത്തോട് മാത്രമാണ് കാനഡിയൻ പ്ലേയേഴ്സ് എല്ലാവരുടെയും അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയായിരുന്നു. ആക്രമിച്ച് കളിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു. എങ്ങനെയും ഗോൾ കണ്ടെത്തുക, വീണ്ടും ഒരു ഗോൾ കണ്ടെത്തി, 2 ഗോളുകൾ കണ്ടെത്തി വിജയത്തിലേക്ക് നയിക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എല്ലാ പ്ലേയേഴ്സിലും നമുക്ക് കാണാൻ കഴിച്ചത്. പ്രത്യേകിച്ച് അവരുടെ മിഡ്ഫീൽഡർ ഇസ്മായിൽ ഇക്വാനെ എന്ന പ്ലെയർ, അദ്ദേഹത്തിന്റെ പ്രകടനം ഈ കളിയിൽ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. അങ്ങനെ 46 മിനിറ്റിൽ നല്ലൊരു മുന്നേറ്റം കാണാനായി. 46, 52, 63 മിനിറ്റിൽ ഗോളെന്ന് ഉറപ്പിക്കുന്ന ഒരുപാട് മുന്നേറ്റങ്ങൾ കാനഡയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതിന്റെയൊക്കെ ഫലമെന്നോണം 79 മിനിറ്റിൽ സൈലെ ലാറിൻ എന്ന് പറഞ്ഞ പകരക്കാരനായി ഇറങ്ങിയ സൈലെ ലാറിനിലൂടെ കാനഡ ഒപ്പമെത്തുകയുണ്ടായത്. ഇന്നത്തെ മത്സരം അതിമനോഹരം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഹൈ ടെമ്പോ മത്സരം തന്നെയായിരുന്നു. നമുക്കറിയാം, ഈ മത്സരം കണ്ടവർക്ക് എല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എങ്ങനെയാണോ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് പേഴ്സണലി എനിക്ക് ഈ മത്സരം കാണുമ്പോൾ ഉണ്ടായത്. വളരെ നല്ലൊരു വേൾഡ് കപ്പിലെ കുഞ്ഞൻ 2 ടീമുകളാണ്. മറ്റ് ടീമുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ കാനഡയും അതുപോലെ തന്നെ നമ്മുടെ ബോസ്നിയയും കുഞ്ഞൻ ടീമുകളാണ്. 34 റാങ്കിൽ നിൽക്കുന്ന കാനഡയും 63-ാം റാങ്കിൽ നിൽക്കുന്ന ബോസ്നിയയുമാണ്. എന്ന് പറഞ്ഞാലും ബോസ്നിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമനില അവർക്ക് ഒരു വിജയത്തിന് തുല്യമെന്ന് പറയാം. ഇന്നത്തെ ഈ മത്സരം നടന്നത് കാനഡയിലെ ടൊറോണ്ടോയിൽ വെച്ചാണ് ഈ മത്സരം നടന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ കണ്ടവർക്കറിയാം. സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ ഒരു കാനഡയിൽ ഹോം ഗ്രൗണ്ട് എങ്ങനെയാണോ അത്രക്കും ഒരു ചെറിയൊരു സ്റ്റേഡിയം ആണെങ്കിൽ പോലും തിങ്ങി നിറഞ്ഞ കാണികളെ കൊണ്ട് ഒരു ചെങ്കടൽ തന്നെയായിരുന്നു ഈ സ്റ്റേഡിയത്തിൽ ഇന്നത്തെ മത്സരം ഉണ്ടായിരുന്നത്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പോലും ഡിഫെൻസീവ് മികവ് കൊണ്ട് ബോസ്നിയ ഒരു നല്ല സമനില പിടിച്ചെടുത്തു. അവരുടെ ലോകകപ്പിലെ പോയിന്റ് ടേബിളിൽ ഓരോ പോയിന്റ് വീതം ഇരു ടീമുകളും എഴുതി ചേർക്കുകയും ചെയ്തു.